മഴ മുന്നറിയിപ്പിൽ മാറ്റം വന്ന സാഹചര്യത്തിലാണ് പമ്പാ സ്നാനത്തിന് ഏർപ്പെടുത്തിയ നിയന്ത്രണത്തിൽ ഇളവ് വരുത്തിയത്. നിയന്ത്രണം പിൻവലിച്ചത് തീർത്ഥാടകർക്കും ആശ്വാസം നൽകുന്നു. അതേസമയം കനത്ത മഴ തുടരാൻ സാധ്യതയുള്ളതിനാൽ തീർത്ഥാടകരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകി. പരമ്പരാഗത കാനനപാത വഴി ശബരിമല സന്നിധാനത്തേക്കുള്ള തീർത്ഥാടനത്തിന് ഹൈക്കോടതി താത്കാലിക നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മഴ മുന്നറിയിപ്പ് പരിഗണിച്ച് ആവശ്യമായ മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് സന്നിധാനം പോലീസ് സ്പെഷ്യൽ ഓഫീസർ പി ബിജോയ് വ്യക്തമാക്കി. കഴിഞ്ഞ 2 ദിവസമായി ശബരിമലയിലും പരിസര പ്രദേശങ്ങളിലും ശക്തമായ മഴ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ചില നിയന്ത്രണങ്ങളും മുൻകരുതലുകളും പോലീസിന്റെ ഭാഗത്ത് എടുത്തിട്ടുണ്ട്. ഒന്നാമത് പമ്പയിൽ ഭക്തജനങ്ങൾക്ക് പമ്പയിൽ സ്നാനം ചെയ്യുന്നതിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കാനനപാതയിൽ കൂടിയുള്ള യാത്രകൾ ഒഴിവാക്കണമെന്നുള്ളത് നിയന്ത്രണത്തിൽപ്പെടുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ പുൽമേട് വഴി വരുന്ന യാത്രകളും ഇപ്പോൾ നമ്മൾ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത് കൂടാതെ ഈ മഴയുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിന്റെ ഒരു ഏകോപന മീറ്റിംഗ് ഞങ്ങൾ നടത്തുകയുണ്ടായി. അതിൽ ഒരു വ്യക്തമായ ഒരു ആക്ഷൻ പ്ലാൻ, അതായത് മഴ ശക്തമായി തുടരുകയാണെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെന്റ്സും എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ഒരു നിർദ്ദേശം വ്യക്തമായ ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. കടുത്ത മഴ തുടരുന്ന സാഹചര്യത്തിലും ഇതര സംസ്ഥാനത്ത് നിന്നുള്ള തീർത്ഥാടകരുടെ എണ്ണത്തിൽ കാര്യമായ കുറവ് വന്നിട്ടില്ല. പത്തനംതിട്ട ജില്ലയിൽ മലയോര മേഖലയിൽ രാത്രികാല യാത്രയ്ക്ക് നിരോധനമുണ്ടെങ്കിലും ശബരിമല തീർത്ഥാടകർക്ക് നിരോധനം ബാധകമല്ല. സി മലയാളം ന്യൂസ്, പത്തനംതിട്ട. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.